السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളെ സംബന്ധിച്ചുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആരോഗ്യനില വളരെ പ്രയാസത്തിലാവുകയും ക്ഷീണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയും ചെയ്യുകയുണ്ടായി. അവിടുത്തെ രോഗാവസ്ഥയിലും പല വസിയ്യത്തുകളും പല ഉപദേശങ്ങളും ഈ സമുദായത്തോട് അവിടുന്ന് നൽകിയത് നാം മനസ്സിലാക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, അഖ്രിജുൽ മുശ്രിക്കീന മിൻ ജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് മുശ്രിക്കുകളെയെല്ലാം പുറത്താക്കണം. ശിർക്കിനോടുള്ള, ശിർക്ക് ചെയ്യുന്നവരോടുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കടുത്ത അമർഷം, ശിർക്കിന്റെ ഗൗരവം, എന്തുമാത്രം വലിയ അപരാധമാണ് മുശ്രിക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തിനുള്ള മുന്നറിയിപ്പ്, അതെല്ലാം ഉൾക്കൊള്ളുന്ന നിലക്കാണ് അവിടുന്ന് പറയുന്നത്, ജസീറത്തുൽ അറബിൽ നിന്ന് മുശ്രിക്കീങ്ങളെ പുറത്താക്കണം, അവർക്ക് ആധിപത്യം നൽകരുത്, അവരധികാരസ്ഥാനത്ത് വരരുത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. അതേ അവസരത്തിൽ അവിടുന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വഅജീസുൽ വഫ്ദ ബിനഹ്വി മാ കുൻതു ഉജീസുഹും. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനും അന്വേഷിക്കാനും സത്യാന്വേഷണത്തിനൊക്കെ വേണ്ടി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വഫ്ദുകൾ, നിവേദക സംഘങ്ങൾ വന്നേക്കും. ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനും പല കാര്യങ്ങളും ചോദിച്ചറിയാനുമൊക്കെ വഫ്ദുകളും നിവേദക സംഘങ്ങളുമൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവരോട് പുലർത്തിയിരുന്ന നല്ല സമീപനങ്ങളൊക്കെ നിങ്ങളും പുലർത്തണം. ഞാൻ അവർക്ക് ചില ഹദിയകളും സമ്മാനങ്ങളും ഒക്കെ നൽകാറുണ്ടായിരുന്നു, നിങ്ങളും അത് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ അന്വേഷിച്ചു വരുന്നവരെ, സമാധാന പ്രേമികളെ, ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാരായിരുന്നാലും വളരെയേറെ സ്നേഹമാണ് അവരോട് കാണിച്ചത്. സത്യമറിയാതെ സത്യത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരാൻ ആളുകൾ തയ്യാറാവട്ടെ എന്ന നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ
ആ നല്ല ഉദാരമായ സമീപനം അവിടുത്തെ ജീവിതത്തിൽ മുഴുവൻ ദൃശ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല കാര്യങ്ങളും ഉപദേശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആരോഗ്യമുള്ള അവസരത്തിലൊക്കെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ആരോഗ്യം തീരെ അനുവദിക്കാത്ത ഘട്ടത്തിലാണ് ജമാഅത്തിന് എത്താതിരുന്നിട്ടുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ജനങ്ങളെയും കൊണ്ട് അവിടുന്ന് തന്നെ കൃത്യമായി മുഴുവൻ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു നമസ്കാരം നിർവഹിച്ചത് ഒരു മഗ്രിബ് നമസ്കാരമായിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. സഹാബിമാര് പറയുന്നുണ്ട്, സഹാബ വനിതയായ ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, സമിഅ്തു അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിൽ മഗ്രിബി ബിൽ മുർസലാത്തി ഉർഫാ ثم ما صلى لنا بعدها حتى قبضه الله. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂല് മഗ്രിബിൽ വൽ മുർസലാത്തി ഉർഫ എന്ന് തുടങ്ങുന്ന സൂറത്താണ് പാരായണം ചെയ്തതായി ഞാൻ കേട്ടത്. എന്നിട്ട് ആ മഹദി പറയുകയാണ്, ثم ما صلى لنا بعدها, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടി അതിന്റെ ശേഷം ഒരു നമസ്കാരം നമസ്കരിച്ചിട്ടില്ല. ഹത്താ ഖബലഹു അല്ലാഹു, അല്ലാഹു അദ്ദേഹത്തെ വഫാത്താക്കുന്നത് വരെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കയോതുന്ന നമസ്കാരം, ജനങ്ങൾ കേൾക്കെ പാരായണം ചെയ്യേണ്ടുന്ന റക്അത്തുകളുള്ള നമസ്കാരത്തിൽ അവിടുന്ന് നമസ്കരിച്ച അവസാനത്തെ നമസ്കാരം മഗ്രിബായിരുന്നു എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടുന്ന് ആ നമസ്കാരത്തിൽ സൂറത്തുൽ മുർസലാത്താണ് പാരായണം ചെയ്തത് എന്നാണ് അത് കേട്ട സഹാബ വനിതയായ ഉമ്മുൽ ഫളിൽ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. നാം മനസ്സിലാക്കുക, മഗ്രിബ് നമസ്കാരത്തിന് ചെറിയ സൂറത്തുകൾ മാത്രമേ ഓതാവൂ എന്നൊരു ധാരണ നമ്മുടെ ചില ആളുകൾക്കിടയിലുണ്ട്. മഗ്രിബ് നമസ്കാരത്തിന് ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ സൂറത്തുകളെ ഓതിക്കൂടൂ എന്നൊരു ധാരണ ആരൊക്കെയോ മനസ്സിലാക്കി വെച്ചതുപോലെ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാരായണം ചെയ്ത ഈ സൂറത്തിന് ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിൽ പോലും 50 ആയത്തുകളുണ്ട് അതിന്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 1.5 പേജോളം ആ സൂറത്ത് നീണ്ടുകിടക്കുകയാണ്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. പരലോകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച്, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ലഭിക്കാനുള്ള അത്യുന്നതമായ സ്വർഗീയ സുഖ സൗകര്യങ്ങളെ കുറിച്ച് എല്ലാം സൂചന പറയുകയും വ്യക്തമാക്കി പറയുകയും അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ സത്യത്തിന്റെ സന്ദേശങ്ങളെ കളവാക്കുന്ന ആളുകൾക്കാണ് സർവനാശവും എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമസ്കരിച്ച ഉറക്കയോടുന്ന നമസ്കാരങ്ങളിൽ അവസാനത്തെ നമസ്കാരത്തിൽ പാരായണം ചെയ്തത് എന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജമാഅത്തിനെത്തിയ ഒരു രംഗം സഹാബത്ത് വിവരിക്കുന്നുണ്ട്. അതിദയനീയമായിരുന്നു ആ രംഗം. ആ മനസ്സിലാക്കണം, ഓർമ്മ കിട്ടിയാലും ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിലും പള്ളിയിൽ പോയി തന്റെ സഹാബിമാർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമസ്കരിക്കണം എന്നതായിരുന്നു മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏറ്റവും വലിയ ആശയും ആഗ്രഹവും അതായിരുന്നു. അവിടുന്ന് ആ രംഗത്ത് വളരെയേറെ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. എല്ലാ രംഗത്തും അവിടുന്ന് നമുക്ക് മാതൃകയാണല്ലോ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ അവസ്ഥയെ സംബന്ധിച്ച് സഹാബിമാര് പറയുകയാണ്, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി വരില്ലെന്ന പ്രതീക്ഷയിൽ, നബിക്ക് വരാനാവില്ല, കാരണം സഹാബിമാർക്കെല്ലാം അറിയാം അവിടുന്ന് വളരെ അവശ നിലയിലാണ്, ജമാഅത്തിന് അവിടുന്ന് എത്തില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് ഒരു ളുഹർ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിനൊരു വല്ലാത്ത വിങ്ങൽ.
അല്പം ഒരാശ്വാസം തോന്നുന്നു അവിടത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ ഒരല്പം ആശ്വാസം തോന്നിയപ്പോൾ ഫഖറജ ബൈന റജുലൈനി ലിസലാത്തി ളുഹർ, ആ ളുഹർ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുന്നാര നേതാവ് രണ്ട് സഹാബിമാരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വേച്ചു പോവുകയാണ്. ആ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുസല്ലി ബിന്നാസ്, ജനങ്ങളെയും കൊണ്ട് നമസ്കാരത്തിലാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കാരത്തിന് കൈകെട്ടിയിരിക്കുന്നു. ആ അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പം ആശ്വാസം തോന്നിയിട്ട്, ആശ്വാസം തോന്നിയാൽ പിന്നെ അവിടത്തേക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല, ഉടനെ പോവുകയാണ് പള്ളിയിൽ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പള്ളിയിലെത്തി. ഫലമ്മാ റആഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടപ്പോൾ ദഹബ ലിയതഅഖറ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നത് മനസ്സിലായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്. അദ്ദേഹം പിന്നോട്ടായാൻ വേണ്ടി ഒരുങ്ങി. സഫിലേക്ക് മാറി നിന്നുകൊണ്ട്, മിഹ്റാബിൽ നിന്ന് സഫിലേക്ക് മാറി നിൽക്കാൻ വേണ്ടി, ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവിടുന്ന് ഉദ്ദേശിച്ചപ്പോൾ ഫഅൗമ ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅല്ലാ യതഅഖർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുന്ന് ആംഗ്യം കാണിച്ചു കൈകൊണ്ട് അവിടെ തന്നെ നിന്നോളൂ, ബിഅല്ലാ യതഅഖർ, പിന്തി നിൽക്കേണ്ടതില്ല, അവിടെ തന്നെ നിന്നോളൂ, നിൽക്കുന്നിടത്ത് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് സഹാബിമാരാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, അവരോട് പറഞ്ഞു, അജ്ലിസാനി ഇലാ ജൻബിഹി, അബൂബക്കറിന്റെ ഒരു ഭാഗത്ത് നിങ്ങൾ എന്നെ ഇരുത്തൂ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇടതു ഭാഗത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ രണ്ട് സഹാബിമാരും ഇരുത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുമ്പോൾ അവിടുത്തെ ഇടതു ഭാഗത്തിരുന്നു. വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബാക്കിൽ മഅ്മൂമീങ്ങളായ സഹാബിമാർ മുഴുവനും. ഫജഅല അബൂബക്കർ യുസല്ലി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നു. വഹുവ ഖായിമുൻ ബിസലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ തുടർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നു. വന്നാസു ബിസലാത്തി അബീ ബക്കറിൻ, ജനങ്ങളൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്നുകൊണ്ട് നമസ്കരിക്കുന്നു. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖായിദുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിൽക്കാൻ കഴിവില്ല, അവിടുന്ന് അവശ നിലയിൽ ഇരുന്നു കൊണ്ടാണ് നമസ്കരിച്ചത്. ഇടയ്ക്കിടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന തക്ബീർ, അത് ജനങ്ങൾക്ക് കേൾക്കാൻ മാത്രം ഉച്ചത്തിൽ ശബ്ദമുയർത്താൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശബ്ദം ആരോഗ്യം അനുവദിക്കുന്നില്ല. പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന തക്ബീർ ഏറ്റുപറഞ്ഞുകൊണ്ട് ജനങ്ങളെ കേൾപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുത്തെ നമസ്കാരത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന സമയങ്ങളിൽ എത്തുകയാണ്, അവസാന ദിവസങ്ങളിൽ എത്തുകയാണ്. അവിടുത്തെ എല്ലാ ബാധ്യതകളും എല്ലാ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു തീർക്കുകയാണ്. കീഴിലുണ്ടായിരുന്ന അടിമകളെ മോചിപ്പിച്ചു എന്നും അതുപോലെ തന്നെ ബാക്കിയുണ്ടായിരുന്ന ഏതാനും ദിർഹമുകൾ സദഖ ചെയ്തു എന്നുമൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കാണുന്നു. തന്റെ ആയുധങ്ങളൊക്കെ മുസ്ലിം സമുദായത്തിന് കൈമാറിയെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പിന്നീട് ഒരു നമസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിട്ടില്ല.